അങ്ങനെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും കണ്ടിരിക്കുകയാണ്. എനിക്കെന്താ പറയേണ്ടതെന്നുള്ളൊരു ഒരു 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 സംഭവം കിട്ടണില്ല. അതുകൊണ്ടാണ്, പ്ലീസ് മനസ്സിലാക്കണം. അതായത് നമ്മൾ കുറച്ചധികം കാലമായിട്ട് നമുക്കൊരു ഒരു ഒരു കംപ്ലീറ്റ് ഒരു തൃപ്തി കിട്ടണില്ല ഒരു പടം. ഇപ്പം നേര് വന്നെങ്കിലും നേരിലും ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു മോഹൻലാലിസത്തിൻ്റെ എവിടേക്കോ എന്താ വെച്ചാൽ നമ്മളെ ചെറുതായിട്ടൊന്ന് തൃപ്തിപ്പെടുത്തിയെന്നുള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ഒരു മോഹൻലാൽ സിനിമ കണ്ടിറങ്ങി എന്നുള്ളൊരു സാധനം നമുക്ക് തരാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എമ്പുരാൻ വന്നപ്പോൾ അത് നമുക്ക് ഷുവർ ഷോട്ടായിരുന്നു. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ തൃപ്തിപ്പെടുത്തും. അത് ഓർക്കണ്ട, വിട്ടേക്ക്. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്കിത് തുടക്കത്തിൽ അനൗൺസ് ചെയ്തപ്പോൾ ഇത് ഭയങ്കര പ്രതീക്ഷയുള്ള പടമായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇവരിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമുക്കുള്ളിലൊരു പേടി. അത് അവരോടുള്ള വിശ്വാസക്കുറവൊന്നുമല്ല. കാരണം നമുക്ക് സ്ഥിരം മോഹൻലാൽ സിനിമകൾക്ക് സംഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യം പറയുകയും നമ്മളെ പ്രതീക്ഷിപ്പിക്കുകയും ചെയ്തിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ കിടന്ന് മെഴുകണത്. എന്നാൽ ഞാനത് പറയട്ടെ, എൻ്റെ പൊന്നു മോനെ, 750 ആളോളം ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിരൂര് ഗയാമിലാണ് സിനിമ കാണുന്നത്. ആദ്യമായിട്ടായിരിക്കും മോഹൻലാൽ സിനിമയുടെ ആദ്യ ഷോ ഇത്രയും കുറഞ്ഞ ആളുകൾ, ഞങ്ങളുടെ സൈഡിലുള്ള സീറ്റൊക്കെ കാലിയിരുന്നു, ഇത്രയും കുറഞ്ഞ ആളുകളെ വെച്ചിട്ടൊരു ആദ്യ ഷോ അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും, അവർ ചരിത്രത്തിൽ അങ്ങനെ ഇരിക്കും. എന്നാൽ ഈ സിനിമ തുടങ്ങി ടൈറ്റിലിംഗ് കാർഡിൽ തന്നെ നമ്മളെ ഈ സിനിമ എന്തോ ഒരു നല്ലൊരു പരിപാടിക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മളെ മോഹിപ്പിക്കും. പക്ഷെ നമ്മൾ മോഹിക്കില്ലല്ലോ, നമുക്കത് അനുഭവമുള്ളതാണല്ലോ. എന്നാൽ ഈ സിനിമ കയറി ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് തീർത്ത് വയ്ക്കുമ്പോൾ അത് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് വരും. നമ്മളെ തിയേറ്ററിൻ്റെ പുറത്തേക്കൊന്ന് നിന്നിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുണ്ടാവും, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും, ഒരു മോഹൻലാൽ സിനിമ കണ്ട് പുറത്തിറങ്ങി വന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഇതെന്താ ഇവർ ചെയ്തത്, ഇനി എന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തുടക്കമൊക്കെ കാണുമ്പോൾ നമ്മളൊരു സാധനം വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇതിങ്ങനെ മാറി 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 അത് എഴുതി കൊണ്ടുപോയ സാധനമാണ്. ഇതിങ്ങനെ എഴുതി കൊണ്ടുപോവുക ഈ പടത്തിനെ. സെക്കൻഡ് ഹാഫിക്ക് വരുമ്പോൾ ആ പടം എലിവേറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു കട്ട പരിപാടിയുണ്ട്. അത് കിടിലൻ പരിപാടിയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. അതായത് ഞാൻ ലഘുവായിട്ടൊരു സാധനം പറയാം. നമ്മൾ മോഹൻലാലിനെ നമുക്ക് മുണ്ട് മടക്കി കുത്തിയ ലാലേട്ടനെ പോലെ, വെറുതെ മീശ വിരിച്ച ലാലേട്ടനെ പോലെ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഒരു നടന് തിയേറ്ററിൽ കയ്യടി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസ് എലമെൻറ്റ് കാണിക്കുക, മീശ വിരിക്കുക, മുണ്ട് മടക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒരു സിനിമയിലെ ക്യാരക്ടർ കരയുമ്പോൾ ആളുകൾ എണീറ്റ് നിന്ന് കരയണം. അതായത് ബേസിക്കലി ആ ക്യാരക്ടറിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആ ക്യാരക്ടർ കരയണം. ആ കരയണ ഒരു ഷോട്ട് എണീറ്റ് നിന്ന് കൈയടിച്ച് പ്രേക്ഷകർ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരാളുടെ ഇമോഷന് കൈയടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ പേര് മോഹൻലാൽ. കാരണം അത്രയും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയത്. ഇത് ഒരു ഷുവർ ഷോട്ട് ഹിറ്റാണ്. ഇത് ഫാമിലി ഡ്രാമയാണ്. ഇത് ഒരു തരത്തിലും ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയൊരു പടമല്ല. ഇതാരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പടമല്ല. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ തന്നെ ചെയ്ത പടമാണ്. ആൻഡ് തരുൺ മൂർത്തി മാൻ, അതായത് നമ്മളിത് ഓപ്പണായിട്ട് പറയാമല്ലോ, നിങ്ങളുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇയാൾ എന്തിനാണ് ഇതൊക്കെ പടം കഴിഞ്ഞ് പറയേണ്ട സാധനമല്ലേ. ബട്ട് ഇനി ഞാൻ നിങ്ങളുടെ ഇൻ്റർവ്യൂ കാണും. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആകെ ഇതിൽ കണ്ടതൊക്കെ തോന്നും എം രഞ്ജിത്ത് സാറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ മൂപ്പര് പറയുന്നുണ്ട്, ഈ സിനിമ കണ്ടാൽ നിങ്ങൾ പറയും ഇത് ലാലേട്ടൻ അല്ലാണ്ട് വേറൊരാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇത് വീണ്ടും തള്ളന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലൊരു സംഭവമുണ്ട്. ഈ ഒരു കഥ, ഈ ഒരു പേസിൽ ഈ സിനിമ എടുത്തിട്ട്, അതായത് ഒരു ലോ പേസ് ഒരു പരിപാടിയാണ്, പക്ഷെ അത് കാണുക. അപ്പോൾ അങ്ങനത്തെ ഒരു പടം എടുത്തിട്ട് വേറെ ഒരു സ്റ്റാറിനെ കൊണ്ടും ഇത് ഹിറ്റടിക്കാൻ പറ്റില്ല. ഒരൊറ്റ ആളെ കൊണ്ടേ പറ്റുള്ളൂ. ആൻഡ് ഞാൻ ഇതാണ് പറയുന്നത്, അതായത് ഓഡിയൻസ് കരഞ്ഞ് കൈയടിക്കുക. അതായത് ആൾ അഭിനയിക്കുമ്പോൾ ഓഡിയൻസ് കരഞ്ഞ് കൈയടിക്കുമ്പോൾ നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ആളുകൾ അത്രയും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു. മോഹൻലാലിൻ്റെ ആക്ഷൻ മാത്രമല്ല ആളുകൾക്ക് ഇഷ്ടം, മോഹൻലാലിന് ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ കരച്ചിൽ ഇഷ്ടമാണ്, മോഹൻലാൽ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്.
മോഹൻലാൽ നമ്മളെ കൊണ്ടുപോകണ കുറേ മോഹൻലാലിൻ്റെ ഒരു എന്താ ഒന്നും പറയല്ല. ഈ സിനിമ കാണുക. ഇതിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടി മുതൽ ഒരു പട്ടി വരെ, പട്ടീനെ പട്ടി എന്ന് വിളിക്കാൻ പാടില്ല, നായ, അതുവരെ അഭിനയിച്ചിട്ടുള്ള ഒരു സീനിൽ നായയുടെ ഒരു സാധനമുണ്ട്. അതൊക്കെ എങ്ങനെയേ അഭിനയിപ്പിക്കുന്നത്, അതൊക്കെ ഒന്നും പറയില്ല. പിന്നെ പ്രകാശ് വർമ്മ, എൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ. പക്ഷേ പ്രകാശ് വർമ്മയ്ക്ക് ആ റോള് കൊടുത്തത്, പ്രകാശ് വർമ്മയ്ക്ക് അത് ബിനു പപ്പു, പ്രകാശ് വർമ്മ, ഈ എല്ലാവരും, പിന്നെ ശോഭനയ്ക്ക് ഞാനൊക്കെ ഉദ്ദേശിച്ച ഒരു പടമുണ്ട്, ഒരു തുടരുണ്ട്. എനിക്ക് ആ തുടരല്ല കിട്ടിയത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയൊരു സംഭവമാണ് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ ഒരു ശോഭനയുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും മൂപ്പത്തിരെ കുറിച്ച് പൊക്കിടിക്കലും. പക്ഷെ അങ്ങനെയല്ല, ഇത് എനിക്ക് ശോഭനെ കാണാൻ പറ്റില്ല. അത് ഫുൾ ക്യാരക്ടേഴ്സ്. മോഹൻലാലില്ല, ഇതിൽ ഫുൾ ക്യാരക്ടറാണ്. ആൻഡ് മോഹൻലാലിൻ്റെ പേര് അത് അങ്ങനത്തെ ആ ക്യാരക്ടർ നെയിം കണ്ടപ്പോൾ തന്നെ നമ്മൾ പകുതി വീണു. പിന്നെ തുടക്കത്തിൽ വിഷ്വലെല്ലാം വെറുതെ എന്തിനും 150 കോടി 4 ഹെലികോപ്റ്റർ ഇവിടുന്ന് മറ്റത് ഇൻട്രോന് വേണ്ടി ബിൽഡപ്പ്, ഇതിനൊന്നും ആവശ്യമില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ പറയേണ്ട ഒരു ആന, ഒരു മഴയത്ത് ഈ മനുഷ്യൻ വെറുതെ കയ്യും തൂക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അത് ഇപ്പടുത്തിറങ്ങിയ ഒരു മാസ് പടത്തിന് കിട്ടിയിട്ടില്ല. അത് തരുൺ മൂർത്തി, അതിന് ഷാജികുമാർ ക്യാമറ, ജാക്സ് ബിജോയ്, എൻ്റെ പൊന്നെ കിടുക്കി. നമ്മൾ പാട്ടേടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പരിപാടിയല്ലത്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ട്രഡീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു സാധനമാണ് ഇൻ്റർനാഷണൽ സാധനമായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അതായത് നമ്മളുടെ ട്രഡീഷണൽ സാധനത്തിനെ നമ്മൾ പുറത്ത് കാണിച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇൻ്റർനാഷണൽ വിടുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പാട്ടേടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സാധനത്തിനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അത് എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതും കിഡിലോസ്കി പടം എന്നൊക്കെ പറഞ്ഞാൽ കിഡിലോസ്കി പടം ഇത് മിസ്സാക്കരുത്, തിയേറ്ററിൽ നിന്ന് മിസ്സാക്കൂല. എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ആരും ഇത് കാണാണ്ടിരിക്കില്ല. കാരണം ഇതിനൊരു പോസിറ്റീവ് റിവ്യൂ അല്ലാതെ നെഗറ്റീവ് റിവ്യൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും നല്ല കഥയുള്ളൊരു സിനിമ, ഇത്രയും ഇമോഷൻസ് വർക്ക് ചെയ്തൊരു സിനിമ, അത് എല്ലാ ഇമോഷൻസും കണക്റ്റായി, കോമഡി കണക്റ്റ്. ഞാൻ മോഹൻലാലിൻ്റെ ചില കൗണ്ടറിന് കൈയടിക്കുമ്പോൾ ഞാനൊക്കെ പറയുന്നത്, അയ്യോ കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഒരു കൗണ്ടറിന് കൈയടിക്കണമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മളെ ഈ സിനിമ കൊണ്ടെത്തിച്ചു. ആൻഡ് നിങ്ങളൊരു മാസ് പടമോ, നിങ്ങളൊരു മറ്റേ ത്രില്ലർ പടമോ, നിങ്ങൾ മറ്റേ സൈക്കോ പടമോ അങ്ങനത്തെ ഒന്നും വിചാരിക്കാതെ ഒരു നല്ല സിനിമ, അവസാനത്തെ 20 മിനിറ്റ് പൊളിച്ചടുക്കി, ആദ്യത്തെ 10 മിനിറ്റ് പൊളിച്ചടുക്കി, അങ്ങനത്തെ സിനിമ കാണാൻ പോവല്ലേ. ഒരു സിനിമ കാണാൻ പോ, ഒരു കംപ്ലീറ്റ് സിനിമ കാണാൻ പോ. കിട്ടു സാധനം, ഇതിന് ഞാൻ കിടും.